വാഴത്തട കൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ട് ചെടി നട്ടത്. ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലുണ്ട്, വിളവെടുപ്പും പൂക്കളെ കാണിക്കലൊന്നും അല്ല. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഗ്രോ ബാഗ് ഉണ്ടാക്കുക. ഗ്രോ ബാഗ് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ പിടുത്തം കണ്ടാൽ നിങ്ങൾക്ക് തിരിഞ്ഞുണ്ടാവും. ഒരു വാഴ കേട് വന്നിട്ടുണ്ട്, നല്ല വണ്ണമുള്ള വാഴ. നോക്കിൻ്റെ തണ്ട് ഇപ്പം നമുക്ക് ഞാൻ വാഴത്തണ്ട് എന്നാണ് പറയുക, വാഴത്തടാന്നാണ് ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്നത്. അപ്പം ഞാൻ ഇതുകൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കുക. ഇപ്പോൾ ഗ്രോ ബാഗ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വേനൽക്കാലമാണല്ലോ, ഭയങ്കര ചൂട്, ഉണക്ക്, ദാഹമൊക്കെയാണല്ലോ. അതിനിത് ഫസ്റ്റാണ് വാഴത്തണ്ട് കൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിയല്ലോ. അപ്പം ഞാൻ ഫസ്റ്റിൽ ചെയ്യുന്നത് ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ. അത് കൊലച്ചിട്ടൊന്നുമില്ല, കേടൊന്ന് പോയിക്ക്. അങ്ങനെ പലതും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇതുകൊണ്ട് പ്രകൃതിദത്തമായ ഗ്രോ ബാഗാണ് ഉണ്ടാക്കുന്നത്. സൂപ്പറായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് വെട്ടട്ടെ. കറുപ്പ് ഡ്രസ്സും ഈ കെട്ടുള്ളത് കൊണ്ടേ ഉള്ളത് കൊണ്ട് സുഖ വീഴുന്നുണ്ട്. മെല്ലെ അങ്ങ് വലിച്ചിടട്ടെ. ഇനി ഇവിടെ നിന്നൂടാ, ഭയങ്കര പാടാ. വെട്ടി വീട് എത്ര ഉണ്ടാക്കാതെ എന്തൊരു വണ്ണാന്നറിയോ? കൊലയില്ല, വണ്ണം ഭയങ്കര. ഇനി ഞാൻ പാകത്തിന് ഇങ്ങനെ വെട്ടിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഒരു മോഡൽ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ തട നീളത്തിലുള്ളത് എനിക്ക് വേണ്ട, ഇത്ര മതി. ആ പാകത്തിനാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. വെട്ടിയെടുക്കാനൊക്കെ കുറച്ച് പാടാ, എന്താ ഇരുമ്പ് പോലെ. ഞാൻ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ പാകമുള്ള ഒരു പീസ് ഞാൻ എടുത്തു. ഇങ്ങനത്താണ് കിട്ടേണ്ടത്. അങ്ങനെ പാകമുള്ള ഓരോന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. പാകത്തിന് ഇത്രയാണ് വലിപ്പം വേണ്ടു. ഇത് ഞാനൊന്നും അപ്പുറത്ത് കൊണ്ടുപോവുക, തോട്ടത്തിൽ നിന്ന് അങ്ങ് പോവുക. ഞാൻ കൊതുകൊക്കെ ഉണ്ടാവും, ഇതും കൊണ്ടൊന്ന് പുറത്ത് പോട്ടെ. വാഴത്തടൻ്റെ ഇത്രയും ഭാഗം എടുത്ത് മാറ്റി ഇവിടുന്ന് തന്നെ അങ്ങ് മുറിച്ച സ്ഥലത്തു നിന്ന് തന്നെ അങ്ങ് എടുത്താൽ ഇതും വേണം ഗ്രോ ബാഗ് ആക്കാട്ടോ. ഇങ്ങനെ റൗണ്ടിൽ കുഴിച്ചെടുത്തിട്ട് നമുക്ക് പയറ്, ചീരയൊക്കെ നടാം. പക്ഷെ ഇത് ഞാൻ അത് ചെയ്യുന്നില്ല, അതെനിക്ക് വല്ലാത്ത റിസ്ക്കാണ്. അതാ ഒന്നും കൂടി നല്ല. ഞാൻ വേറെ മോഡലിലാണ് ഉണ്ടാക്കുന്നത്. എന്താ അതിൻ്റെ വെയിറ്റ് എന്നറിയോ? ഇനി പോട്ടെ, ഉണ്ടാക്കാൻ പോട്ടെ മുറ്റത്തേക്ക്. അങ്ങനെ ഞാൻ തോട്ടത്തിൽ നിന്നിട്ട് കുറേ വാഴപ്പോളം അങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ നല്ല വണ്ണുള്ള വാഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വീതിയുള്ള സംഭവം, നല്ല വീതിയിലുണ്ടാവും. ഫുൾ വെള്ള, ഇതിനുള്ളിൽ ഫുൾ വെള്ളം, നല്ല വെയിറ്റുമാണ് കേട്ടോ. ഇത് ഞാനൊന്നിങ്ങനെ കമഴ്ത്തി വെക്കുന്നുണ്ട്, എൻ്റെ വട്ടം ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്താൻ. ഇങ്ങനെ ഒന്ന് പരത്തുന്നുണ്ട്, അല്ലാതെ ഇത് നിൽക്കൂല. അങ്ങനെ പരത്തി കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യേണ്ട രീതി ആദ്യം എടുക്കാം. വീതിയുള്ള അടി പോട്ടെ. ഒരേപോലെ വലിപ്പമുള്ളത് ഇങ്ങനെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് അളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളില്ല. ഇങ്ങനെ അങ്ങോട്ട് മടക്കുക, കൈ കൊണ്ട് മടക്കണം ആദ്യം കേട്ടോ, അല്ലാതെ ശരിയാവില്ല. എന്നാലേ നമുക്ക് വേഗം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്. എല്ലാം ശ്രദ്ധിക്കണം. ഫുൾ വെള്ള ആയതുകൊണ്ട് വെള്ളം മാത്രമല്ല, എന്താന്ന് പറഞ്ഞാൽ ഫുൾ കറയാ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞില്ലേ, നമുക്ക് ജൈവ രീതിയിൽ ഗ്രോ ബാഗ് ഉണ്ടാക്കിയാലേ ഒരു ചില്ലിക്കാശ് മുടക്കാണ്ടേ. ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് തൽക്കാലം ഇതൊന്ന് കെട്ടി വെക്കണം, അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരാളോട് തന്നെ സാധിക്കൂല. ഒന്നിങ്ങനെ കെട്ടിയാൽ തൽക്കാലം കേട്ടോ നമുക്ക് ശരിയാക്കാം.
ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് ഇതൊരു 6 മാസം വരെ കേട് വരാതെ നിൽക്കും. ഈ ഭാഗം കെട്ടി അവിടെ വെച്ചു കേട്ടോ. ഇനിതാ ഈ ഭാഗം ഞാൻ ആദ്യം മടക്കി വെച്ചല്ലോ. ഇതങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് കയറുകൊണ്ടൊന്ന് കെട്ടുക. ഈ ഒരു ചെറിയ റിസ്കേ ഇതിനുള്ളൂ. അത് കഴിഞ്ഞാൽ അത് സൂപ്പറാണ്. എന്താ കണ്ടോ, ഇതിൽ നമുക്ക് ചീരയൊക്കെ ഫസ്റ്റാ. ചീര, വെണ്ട മണ്ണിട്ട് കഴിഞ്ഞാൽ ലൂസിലാണ് കെട്ടുന്നത്. മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കെട്ടു, എന്നാൽ പിന്നെ ഒന്ന് വിസ്താരത്ത് നിൽക്കും. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെയൊക്കെ ആവുന്നത്. അപ്പോൾ നല്ലൊരു ഗ്രോ ബാഗ്. ഇത് 6 മാസം വരെ ചീഞ്ഞ് പോവാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കും. പിന്നെ നമുക്ക് ദിവസേന നനക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ ഒരു പ്രയാസമില്ല. നിറയെ വെള്ളമാണ്. നല്ല പോട്ടി മിക്സ് ഇട്ടിട്ട് ഇതിലങ്ങ് നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും. ഇതൊന്നും കൂടി ഉഷാറാക്കാണ്ട് ഇതിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യം ഒക്കെ ഉള്ള പോഷകങ്ങൾ ധാരാളം ഉള്ളതായിരിക്കും. അഴുകിപ്പോയോണ്ട് ഒരു ഇതുമില്ല. ഞാൻ മട്ടത്തിനൊന്ന് വെട്ടട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. കത്തി വേണം, നല്ല കത്തി വേണം. കൈ മുറിയുന്നത് ശ്രദ്ധിക്കണേ. കൈ മുറിഞ്ഞ കഥ കഴിഞ്ഞു. പിന്നെ ഗ്രോ ബാഗും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കെട്ടി മണ്ണ് നിറച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി തിരിയുള്ളൂ. ചെടി നല്ല ഒന്നും കൂടി ഉഷാറായിട്ട്. അപ്പോൾ നല്ല വിസ്താരം ഉണ്ട് കേട്ടോ. ഇത് ഒന്നും ആവൂല. ജൈവ രീതിയിൽ ഗ്രോ ബാഗ് കണ്ടില്ലേ, ഞാൻ 3-4 ഉണ്ടാക്കി മണ്ണ് നിറച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ചെടി വെച്ചിട്ട് കാണിക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് ജൈവ രീതിയിൽ 4 ഗ്രോ ബാഗ് ഉണ്ടാക്കി. ഇത് അത്യാവശ്യം വിസ്താരമൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി, നല്ല അടിപൊളി. എല്ലാം ജൈവ. കയറ് ഇവിടുന്ന് എടുത്തു. ഇത് ഭയങ്കര കട്ടിയും കനും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് മണ്ണ് നിറക്കട്ടെ. മണ്ണ് ഞാൻ നിറക്കുന്നത് എൻ്റെ കരിയില കമ്പോസ്റ്റാണ്. കുറേ കൊള്ളൂ. നമ്മൾ അങ്ങനെ ഒന്നും നനച്ച് കൊടുത്തില്ലേ കുഴപ്പമില്ല. നല്ല തണുപ്പിൽ AC നിൽക്കും പോലെ നമ്മളെ ചെടികൾ ഇനി നിൽക്കും. ഓ, കുറേ കൊള്ളു കേട്ടോ. ഞാൻ വിചാരിച്ച് കുറച്ചേ കൊള്ളുള്ളൂ. ഞാൻ പിന്നെ അതുകൊണ്ട് ഇതിലെടുത്തത്. ഇത്രയും കൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ നിറക്കട്ടെ. അങ്ങനെ ഞാൻ 4 ഗ്രോ ബാഗിലും മണ്ണ് നിറച്ചു. മണ്ണ് ഞാൻ വളക്കൂറുള്ള മണ്ണ് തന്നെ, ഞാൻ കരിയില കമ്പോസ്റ്റാണ് നിറച്ചത്. അപ്പോൾ ഇതും വളമുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചതുമാണ്. AC കിടക്കും പോലെ ചെടികൾക്ക് നടക്കാൻ സൂപ്പറായിട്ട്. ഇനി ഞാൻ ചെടി നടട്ടെ, ഐശ്വര്യമായിട്ട് ചെടി നടട്ടെ കേട്ടോ. പിന്നെ ഒന്ന് പറയാനുണ്ട്, ഇതിൽ നന്നായിട്ട് മണ്ണ് കൊണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ചേ കൊള്ളൂ വിചാരിച്ച് അതിനനുസരിച്ച് കൊണ്ടുവന്നു. 2-3 വട്ടമൊക്കെ കൊണ്ടുവരേണ്ടി വന്നു. നല്ല അടിപൊളി ഗ്രോ ബാഗ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജൈവ ഗ്രോ ബാഗ് ചില്ലി കാശ് മുടക്കില്ലാതെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ. ഇത് 6 മാസം വരെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വെണ്ട, തക്കാളി, ചീര, പയർ എല്ലാം അതിൽ നടാം. ഞാൻ ഇനി എടുത്തു കൊണ്ടുവരട്ടെ. അങ്ങനെ ഞാൻ 4 തൈ കൊണ്ടുവന്നു. 2 പച്ചമുളക്, 2 തക്കാളി. ഫസ്റ്റിൽ തന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് നടട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അടിപൊളിയായിട്ട് പുതിയ മോഡൽ ഗ്രോ ബാഗിൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഉണ്ടാവട്ടെ. ഇനി അടുത്ത നമുക്ക് കുഞ്ഞുമെച്ചി തന്ന പച്ചമുളക്. ഇതൊക്കെ നല്ല മോഡൽ പച്ചമുളകാണ്. അടുത്ത വീണ്ടും ഇത് ഞാൻ പാകി മുളപ്പിച്ചതാട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് വിജയകരമായിട്ട് 4 തൈ നട്ടു, പച്ചക്കറി തൈ. ഇനി ഇതിൽ ചീരത്തൈയൊക്കെ നടാം. ഞാൻ ഇനിയും കുറേ ഉണ്ടാക്കും. ഇപ്പം തൽക്കാലം ഞാൻ ഇത് ഇത്രേ നട്ടുള്ളൂ. ഈ ചെടിക്ക് ഈ ബാഗ് മാത്രം മതി. കാരണം ഇത് എത്രയോ നിൽക്കും, കേടുവരാതെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, മണ്ണിലേക്ക് ലയിച്ച് ചേരിയൊന്നുമില്ല കുറേ മാസത്തിന്. ഇത് അത്രക്കല്ലേ നിൽക്കുള്ളൂ. തക്കാളി വേഗം കഴിഞ്ഞു പോകുമല്ലോ. കണ്ടോ, അടിപൊളിയല്ലേ? നോക്ക്, എന്തൊരു അടിപൊളിയാലേ. എനിക്കത് ഭയങ്കര കൗതുകം. ഇത് കാണും. ഭയങ്കര വെയിറ്റാ, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ
നമുക്ക് ഗ്രോ ബാഗ് ഇല്ല, നമുക്ക് തൈ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കേ വേണ്ട. നമുക്ക് വാഴ വെട്ടുന്നുണ്ടോ വീട്ടിൽ, അയൽവാസികൾ വാഴ വെട്ടിയാലും മതി. ഓലൊക്കെ വെട്ടി നുറുക്കി അങ്ങ് ഇടല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. വാഴത്തട, വാഴപ്പോള ഒക്കെ ഇതിന് പറയൂ കേട്ടോ. ഞാൻ വാഴത്തണ്ട് എന്ന് പറയും. വാഴത്തണ്ട്. പണ്ട് വാഴത്തണ്ട് എന്തിനു ഇരിക്കുന്നറിയോ? വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങളെ നാട്ടിലൊക്കെ പാണ്ടി ഇതിൻ്റെ മേലെ അങ്ങ് വെക്കും. എന്നിട്ട് അതിൽ പാണ്ടി കളിച്ച് നീന്തം പഠിച്ച എത്രയോ ആൾക്കാരുണ്ട്. ഞങ്ങൾ നാട്ടിലത്തെ അവസ്ഥ കേട്ടോ, ഇവിടുത്തെ അല്ല, വയനാട്ടിലത്തെ അല്ല പറയുന്നത്. കുഞ്ഞിപ്രായത്തിൽ ഞാൻ കണ്ടതുമാണ്, ഞാൻ കയറിയതുമാണ്. ഇപ്പം ഞാൻ വലുതായി ഈ പ്രായത്തിൽ വെക്കുമ്പോൾ അതേ വാഴത്തണ്ട് അതേപോലെ ഉള്ളതിനെ കൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കി. കാലം മാറിയ മാറ്റം. നല്ലൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കി. എനിക്ക് നിങ്ങളൊക്കെ എത്ര കാണിച്ചു തന്നിട്ടും മതിയാകുന്നില്ല അതിൻ്റെ ഭംഗി കേട്ടോ. ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഓരോ ആഴ്ചയും ഞങ്ങളെ കാണിച്ചു തരാം, അതെവിടം വരെ എത്തി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എന്താ ഇപ്പം പൈസ മുടക്കുള്ളത്? ഒന്നുമില്ല. ഇത് ഞാൻ തൈ ഉണ്ടാക്കിയോ, തക്കാളി ഇങ്ങനെ പൊട്ടിച്ചിട്ട് തൈ നിറച്ച് ഞങ്ങളെ കാണിച്ച് തന്നതാണ്, അത് വീഡിയോയിലുണ്ട്. പിന്നെ ഇത് വാഴ വെട്ടിയതിൻ്റെ എടുത്തു കൊണ്ടുവന്ന് ഐഡിയപരമായി ചെയ്തിട്ട് ഒരു 5 ചില്ലിക്കാശ് മുടക്കില്ല. അങ്ങനെതാ 4 ഗ്രോ ബാഗ് 5 ചില്ലിക്കാശ് മുടക്കില്ലാതെ. നമുക്ക് ബാഗില്ലോ വളമില്ലോ മണ്ണില്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കുകയേ വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇത് എൻ്റെ മെലസ്റ്റോമ ഞാൻ തൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തളിര് ഇങ്ങനെ ഞാറ് പാകും പോലെ കുത്തി കുത്തി കൊടുത്താൽ നിറച്ചു. ഇപ്പം എന്നോട് കമൻറ്റ് കണ്ട് ഇപ്പം എന്തായും ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് കണ്ടോ, തളിര് തെളിഞ്ഞ് വന്നത് കണ്ടോ. അതിനിപ്പോൾ ഒരു 3-4 ദിവസമായില്ലേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ, തെളിഞ്ഞ് വന്നത്. ഇനിങ്ങനെ മെല്ലെ 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 വേര് വന്നോളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളെ കാണിക്കുന്നത് എന്താണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.